സുഹൃത്തുക്കളെ മൈഗെയിമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ജില്ലാ ടീമിന് വേണ്ടി കളിക്കാൻ താല്പര്യമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ സുഹൃത്തുക്കളോ കുടുംബക്കാരൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇപ്പോൾ നമ്മളെ കേരളത്തിൻ്റെ ജൂനിയർ ഫുട്ബോൾ ടൂർണമെൻറ്റ് ഇടുക്കി തൊടുപുഴയിൽ വെച്ച് നടക്കാൻ പോണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ ജില്ലകളും സെലക്ഷൻ നടക്കും, ടീം തയ്യാറാക്കും. ആ സെലക്ഷൻ എപ്പോഴാണ്, എങ്ങനെയാണ്, എവിടെ വെച്ചാണ്, ഏത് സമയത്താണ്, അതിനുവേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എല്ലാ ജില്ലകളും ഇപ്പോൾ ട്രയൽ വിളിച്ചിട്ടില്ല, എല്ലാ ജില്ലകളും ട്രയൽ വിളിക്കും. ആ സമയത്ത് ഞാൻ അറിയുന്ന വിവരങ്ങൾ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സോ നമ്മളെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്ത് കൂടെ തന്നെ നിന്നോളൂ. ഓക്കെ, ഇനി ഇപ്പോൾ എന്തായാലും 2 ജില്ലകളിൽ ട്രയൽ വിളിച്ചിട്ടുണ്ട്. ഒന്ന് കണ്ണൂരാണ്, മറ്റൊന്ന് മലപ്പുറത്താണ്. ഈ ട്രയൽ നടക്കാൻ പോകുന്നത് 8-ാം തീയതി, ജൂൺ 8-ാം തീയതി രാവിലെ 7 മണിക്കാണ് കണ്ണൂർ ട്രയൽ നടക്കുക. അതുപോലെ തന്നെ മലപ്പുറത്ത് ജൂൺ 8-ാം തീയതി രാവിലെ 7:30-നാണ് ട്രയൽ തുടങ്ങുന്നത്. സോ നിങ്ങൾ ഈ ട്രയലിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ രാവിലെ ഈ സമയത്ത് ഫുട്ബോൾ കിറ്റ്, അതുപോലെ തന്നെ ഇതൊരു ഏജ് കാറ്റഗറിക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജൂനിയർ ഫുട്ബോളിൻ്റെ ഒരു ട്രയലാണ് നടക്കാൻ പോകുന്നത്. സോ ജില്ലാ ടീമിൻ്റെ ജൂനിയർ ടീമിനെയാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും 2010, 2011 വർഷങ്ങളിൽ ജനിച്ച കുട്ടികളാണ് ജൂനിയർ കാറ്റഗറികളിൽ വരുന്നത്. സോ ഈ കാറ്റഗറീൻ്റെ ട്രയൽ ആയതുകൊണ്ട് തന്നെ നിങ്ങളിതിന് പോകുമ്പോൾ നിങ്ങൾ ഈ ഏജ് കാറ്റഗറിയിൽ പെട്ട ആളാണെന്ന് തെളിയിക്കാൻ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ വേണം. പിന്നെ കളിക്കാനുള്ള ഉപകരണങ്ങൾ, കിറ്റൊക്കെ നിങ്ങളുടെ കയ്യിൽ വേണം. ഇനി നിങ്ങൾക്കറിയാൻ ബാക്കിയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ട്രയൽ എവിടെ വെച്ചാണ് നടക്കുക എന്നുള്ളതാണ്. കണ്ണൂർ 8ഓളം സ്ഥലത്ത് വെച്ച് കണ്ണൂർ ജില്ലേൻ്റെ ട്രയൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മലപ്പുറത്തും വ്യത്യസ്തമായ ഒരുപാട് സ്ഥലങ്ങളിൽ വെച്ച് ട്രയൽ നടക്കുന്നുണ്ട്. സോ ആ ട്രയലുകൾ കണ്ണൂർ ജില്ലയിൽ എവിടെയൊക്കെയാണ് ട്രയൽ നടക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആണ് ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ഓക്കെ, ഈ സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് എവിടെയാണോ സൗകര്യം അതിനനുസരിച്ച് നിങ്ങൾക്ക് പോയിട്ട് ഈ ട്രയൽ അറ്റൻഡ് ചെയ്യാം. അതുപോലെ തന്നെ ഈ കാണുന്നത് മലപ്പുറം ജില്ലയിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ വെച്ചാണ് ട്രയൽ നടക്കുന്നത് എന്നുള്ളതാണ് ഈ കാണിക്കുന്നത്. ഏതൊക്കെ സെൻറ്റർ വ്യത്യസ്തമായ സെൻറ്ററുകളാണെങ്കിൽ കൂടി എല്ലായിടത്തും ഒരേ സമയത്ത് ഒരേ ഡേറ്റിലാണ് ട്രയൽ നടക്കുന്നത്. സോ നിങ്ങൾക്ക് ഏറ്റവും സൗകര്യമുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ട്രയൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ട്രയലിൽ അറ്റൻഡ് ചെയ്യാനുള്ള മറ്റൊരു ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ഓരോ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ്റെ കീഴിലുമുള്ള ക്ലബ്ബുകളിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. അതായത് CSR രജിസ്ട്രേഷൻ എന്നൊക്കെ പറയും. അത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളെ നാട്ടിലെ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട ആളുകളോട് ചോദിച്ചാൽ അതവർ നിങ്ങളോട് പറഞ്ഞു തരും എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. രജിസ്റ്റർ ചെയ്യാൻ ഇപ്പം നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. രജിസ്ട്രേഷൻ വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല. സോ ഇത് നിങ്ങൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ ട്രയലിന് പോവുക. മാത്രമല്ല, ട്രയലിന് നിങ്ങൾക്ക് അസോസിയേഷൻ നടത്തുന്ന പരിപാടിയാണ്. സോ നിങ്ങളുടെ പാർട്ടിസിപ്പേഷന് വേണ്ടി നിങ്ങളൊരു രജിസ്ട്രേഷൻ ഫീ കൊടുക്കേണ്ടി വരും. അതായത് കണ്ണൂർ ജില്ലയിൽ വെറും 100 രൂപയാണ് ഇതിന് നിങ്ങൾ ട്രയലിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ കൊടുക്കേണ്ടത്. മലപ്പുറം ജില്ലയിലും എനിക്ക് തോന്നുന്നത് ഏകദേശം അത് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയും ഡീറ്റെയിൽ ആണ് ഈ ട്രയലിനെ കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത്. ബാക്കിയുള്ള മുഴുവൻ ജില്ലകളിലും ട്രയൽ നടക്കും, യാതൊരു സംശയവും വേണ്ട. സെലക്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ജില്ലകളിൽ ഏതൊക്കെ ദിവസങ്ങളിലാണ് ട്രയൽ വരുന്നത് എന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ച് നോക്കുക. ഞാനത് അറിയുമ്പോൾ എൻ്റെ ചാനലിലൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ട്രയലിന് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി കൂട്ടുകാരെയൊക്കെ അറിയിച്ച് ഒരുപാട് ആളുകളെ കൂട്ടി ട്രയലിന് പോവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ആണ്. കാരണം ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ കൂടുതൽ ആളുകളുടെ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് എളുപ്പമായി കിട്ടും കളിക്കാൻ. അതുകൊണ്ട് കൂടുതൽ ആളുകളെ അറിയിച്ച് അവരെയും കൂടി ട്രയലിന് കൊണ്ടുപോകാൻ നോക്കുക. എന്തായാലും ട്രയലിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ മുഴുവനായിട്ട് നിങ്ങളോട് പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ DFA ഡിസ്ട്രിക്ട് ഫുട്ബോൾ അസോസിയേഷനെ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ട്രയലിന് പോവുക. ഈ കോൺടാക്ട് നമ്പറൊക്കെ നിങ്ങൾക്ക് അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ പുതിയ ട്രയൽ അപ്ഡേറ്റ്സുമായിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം. ഈ ട്രയൽ പോയിട്ട് നേടിയെടുക്കാൻ നിങ്ങൾക്കൊക്കെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു കാര്യം കൂടി അവസാനമായിട്ട് പറയാം. ജില്ലാ ടീമിൽ നിങ്ങൾക്ക് ഭാഗമാവാൻ പറ്റിയാൽ നിങ്ങളുടെ യാത്ര, ഫുട്ബോൾ യാത്ര വളരെ എളുപ്പമാവും. കാരണം നിങ്ങൾ ഏതെങ്കിലും അക്കാഡമീൻ്റെയോ ക്ലബിൻ്റെയൊക്കെ ട്രയലിന് പോകുമ്പോൾ നിങ്ങൾ ജില്ലാ ടീമിന് കളിച്ച താരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു റിസർവേഷൻ കിട്ടും. അതുപോലെ സ്റ്റേറ്റിന് കളിച്ച താരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അംഗീകാരം കിട്ടും. സോ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കൺസിഡറേഷനാണ്. ജില്ലാ ടീമിൻ്റെ സെലക്ഷനെ വളരെ പ്രാധാന്യത്തോടു കൂടി കണ്ട് മാക്സിമം എല്ലാവരും ട്രയൽ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കാം.